നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയനോടൊന്നും സംസാരിക്കാതെ വാതിലടിച്ച് സോന പോയതുകൊണ്ട് വിനയൻ അവിടെ നിന്നും പോകുന്നു. അനന്തൻ മാഷും രഘുവും കൂടി അനുപമയെ ദാസാറിന്റെ വീട്ടിലേക്ക് പോകുവാനായി നിൽക്കുന്നു. അനുപമ വീട്ടിലുണ്ടെന്നുള്ള വിവരം ഹർഷയെ കൊണ്ട് സുശീല പോലീസിനോട് വിളിച്ചു പറയിപ്പിക്കുന്നു. അനന്തൻ മാഷും രഘുവും അനുപമയും കൂടി പോകുവാൻ നിൽക്കുന്ന സമയത്ത് വിനയൻ അങ്ങോട്ട് വരുന്നു. വിനയനെ കണ്ടതും രഘുവിന് ദേഷ്യം വരുന്നു. നീ പിന്നെയും വന്നോ? ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അനന്തൻ മാഷ് വിനയനോട് പറയുന്നു. അനുപമയുടെ കാര്യങ്ങൾക്കായി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. നീ ഇപ്പോൾ പോകണം എന്ന് വിനയനോട് പറയുമ്പോൾ അനുപമയെയും ഇന്ദ്രനെയും രക്ഷിക്കുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് വിനയൻ പറയുന്നു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അനന്തൻ മാഷ് ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അനുപമയോട് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ വിനയനെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ രഘു സമ്മതിക്കുന്നില്ല. രഘുവിന് പേടിയുണ്ട്. ആമയുടെ കാര്യം വല്ലതും അനന്തൻ മാഷിനോടും അമ്പിളിയോടും വിനയൻ പറയുമോ എന്ന്. അതുകൊണ്ടാണ് കൂടുതലും വിനയനെ പറഞ്ഞു വിടാൻ രഘു നോക്കുന്നത്. വിനയനെ രഘു പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഗേറ്റിന്റെ വെളിയിലാക്കി ഗേറ്റ് അടക്കുന്നു. ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇനി വിനയന്റെ കാല് പിടിക്കാൻ ഇവർക്ക് പോകേണ്ടി വരുന്നിടത്ത് കഥ എത്തിക്കും. വിനയനെ പിടിച്ച് പുറത്താക്കുന്നതൊക്കെ കണ്ടിട്ട് ചീരുവിന് ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അനുപമ അമ്പിളിയോട് ചോദിക്കുന്നു എന്തിനാണ് വിനയൻ വന്നതെന്ന്. അപ്പോൾ ചീരു പറഞ്ഞു, വിനയന് നിങ്ങളുടെ കാര്യത്തിൽ എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ അമ്പിളി പറയുന്നു അതൊക്കെ അവൻ വെറുതെ പറയുന്നതാണെന്ന്. വിഷമത്തോടെ നിൽക്കുന്ന ചീരുവിനെ കണ്ട് അമ്പിളി ചോദിക്കുന്നു നിനക്കെന്താ പറ്റിയതെന്ന്. രഘുവും അനന്തൻ മാഷും അനുപമയും കൂടി കാറുമായി പോകുന്ന സമയം നോക്കി പോലീസ് അങ്ങോട്ടേക്ക് വരുന്നു. അനുപമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇന്ദ്രൻ ചെയ്തതൊക്കെ വെറുതെയായി. സുശീലയും ഹർഷയും ആഗ്രഹിച്ചത് തന്നെ നടന്നു. പെട്ടെന്ന് തന്നെ ദാസാറിനെയും കൂട്ടി വക്കീലിനെ കൊണ്ടുവരാൻ രഘു പോകുന്നു. ഇതൊക്കെ കണ്ടുനിന്ന ചീരുവിന് വയറുവേദന വരുന്നു. പോലീസ് വരുന്നതും അനുപമയെ കൊണ്ടുപോകുന്നതെല്ലാം കണ്ട് വിനയൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വിനയനെയാണ് ക്യാമറ നോക്കാൻ ഏൽപ്പിച്ചതെന്ന് ഇന്ദ്രൻ പറയാതിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. വയറുവേദന വന്ന ചീരുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ രഘു ഇല്ലാത്തത് കൊണ്ട് വിനയൻ ഓടി വരുന്നു. വിനയനോട് മാഷ് ടാക്സി വിളിക്കാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ സത്യനും ശ്യാമും കൂടി ഇന്ദ്രനെ കാണാനായി വരുന്നു. അനുവേടത്തി എല്ലാം പറഞ്ഞു. ഇന്ദ്രേട്ടൻ ഏൽപ്പിച്ച ടെക്നീഷ്യൻ ആരാണെന്ന് ചോദിക്കുന്നു. വിനയനാണെന്ന് പറയുന്നു. അങ്ങനെ വിനയനെ അന്വേഷിച്ച് ശ്യാമും സത്യനും കൂടി വിനയന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വിനയന്റെ അമ്മയും അമ്മാവനും കൂടി ചീരുവിന്റെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. വിനയൻ ഇന്ദ്രനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്ന വിവരം അപ്പോഴാണ് സത്യനും ശ്യാമും അറിയുന്നത്. അനുപമയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ഇന്ദ്രനാകെ വിഷമിക്കുന്നു. അവരെ ഒന്ന് സംസാരിക്കാൻ പോലും പോലീസ് അനുവദിക്കുന്നില്ല. രഘു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഇന്ദ്രനെ കാണണമെന്ന് പറയുന്നു. ദാസാർ അനുപമയ്ക്ക് ജാമ്യമെടുക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെന്ന് രഘുവിനോട് പറയുന്നു. അതേസമയം രഘുവിന് ഫോൺ വരുന്നു. അത് മാഷിൻ്റെതാകും. ചീരുവിനെ ഹോസ്പിറ്റലിലാക്കിയത് പറയാനാകും മാഷ് വിളിക്കുന്നത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.